ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിത്രകാരി എന്ന് പറയുന്ന കഥ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണല്ലോ. ചിത്രകാരി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാഭാഗമാണ് എന്നും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള അടിസ്ഥാന പാഠാവലിയിലുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് ചിത്രകാരി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി ഈ കഥയെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ വളരെ വിശദമായിട്ട് ടീച്ചർ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിത്രകാരി എന്ന് പറയുന്ന കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എന്തൊക്കെയായിരിക്കും പരീക്ഷയ്ക്ക് നമുക്ക് വരിക ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയൊരു അക്കാഡമിക് ഇയർ നമ്മൾ തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പുതിയ അക്കാഡമിക് ഇയറിലേക്ക് കടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളിൽ ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ 10ാം ക്ലാസ് ആണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ എന്ത് ചെയ്യുക, പിന്നെ അവസാനിച്ച് പോകുന്നൊരു തീയാവരുത് അല്ലേ. തുടക്കം മുതൽ തന്നെ നമ്മുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടാവണം. നമ്മൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെടാൻ റെഡി ആയിട്ട് തന്നെ അല്ലേ. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. കുറേ കല്യാണങ്ങളും കുറേ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു വർഷമാണ്. അതിനപ്പുറത്തേക്ക് 10ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ലൈഫിൻ്റെ അവസാനം കൂടെയാണ് അല്ലേ. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു വർഷം കൂടെയാണ് അല്ലേ. അപ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം പ്രാധാന്യമുള്ളൊരു വർഷമാണ്. അപ്പോൾ തുടക്കം മുതലേ നമ്മൾ എന്ത് ചെയ്യുക, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലേ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പുതിയ ഒരു വർഷം, പുതിയൊരു അക്കാഡമിക് ഇയർ അല്ലേ, നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടാവട്ടെ എന്ന ടീച്ചർ ആശംസിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ചിത്രകാരി എന്ന് പറയുന്ന കഥ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു അല്ലേ. അപ്പോൾ ഈ കഥയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, ചിത്രകാരി എന്ന് പറയുന്ന കഥ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന് പറയുന്ന കഥാസമാഹാരത്തിൽ നിന്നാണ് അല്ലേ. ആരാണത് എഴുതിയത്? ഷാഹിനൈക്കെ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മലയാളത്തിലെ പുതിയ കാല എഴുത്തുകാരിൽ അല്ലേ, വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരിയാണ്. അധ്യാപിക കൂടെയാണ് ഷാഹിനൈക്കെ എന്ന് പറയുന്നത്. 1978 അവർ ജനിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഒരുപാട് കൃതികൾ അവർ എഴുതിയിട്ടുണ്ട്. ഫാൻറ്റം ബാത്ത്, അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ, പ്രണയത്തിൻ്റെ തീക്കാടിനും അപ്പുറം, നീലത്തീവണ്ടി തുടങ്ങിയ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. 2015 എടശ്ശേരി പുരസ്കാരം ഉൾപ്പെടെ ഒരുപാട് പുരസ്കാരങ്ങളും എഴുത്തുകാരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഫിസ എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രത്തിലൂടെയാണ് അല്ലേ. ഇതിൽ ഫിസയാണ് ഇതിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത്. ഈ ഒരു കഥാപാത്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കഥ സഞ്ചരിക്കുന്നത്. വിവാഹശേഷം എന്ത് ചെയ്യാണ്, ചിത്രം വരയ്ക്കാണ്ടേ ആയി പോകുന്നു അല്ലേ. വരയ്ക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു അല്ലേ വീട്ടിലേക്ക് എത്തപ്പെടുകയും ആ വീടിൻ്റെ സാഹചര്യത്തിനുള്ളിലേക്ക് എന്ത് ചെയ്യാണ്, തൻ്റെ സർഗാത്മക അല്ലേ കാര്യങ്ങൾ പോലും മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഈ ഒരു ചിത്രകാരി എന്ന് പറയുന്ന കഥയിലൂടെ ഷാഹിനൈക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫിസയുടെ സർഗാത്മകതയ്ക്ക് തടസ്സമാവുന്ന ഭർത്താവിൻ്റെ ഉമ്മ, ഉപ്പ, സുഹൃത്ത്, ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കഥാപാത്രങ്ങൾ എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്താടാ? കഥാപാത്ര നിരൂപണമാണ് അല്ലേ. അതിൽ ഫിസയാണ് നമുക്ക് 7 മാർക്കിൻ്റെ സാധ്യതാ കഥാപാത്രം എന്ന് പറയുന്നത്. ഹാഫിസും 7 മാർക്കിന് ചോദിക്കുക. ഉമ്മയും അല്ലെ, യാഥാസ്ഥിതിക കുടുംബ വ്യവസ്ഥിതിക്കുള്ളിലുള്ള ഒരു കഥാപാത്രമായി ആര് വരുന്നുണ്ട്? ഉമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇത് 3ഉമാണ് പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത്. അതേപോലെ 3 മാർക്കിന് ചിലപ്പോൾ ഉപ്പയും സുഹൃത്തും എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണങ്ങളായി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് ആലോചിച്ചോക്കൂ, പുതിയ കാലത്ത് നമുക്കറിയാം ഒരുപാട് ഈ കഥയും എഴുതുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപെയാണ്. എങ്കിൽ പോലും ഇന്നും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും എന്താണ്, ഈ കഥയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട് അല്ലേ. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് പെൺകുട്ടികൾ കൊല്ലപ്പെടുന്ന, ആത്മഹത്യ ചെയ്യപ്പെടുന്ന അല്ലെ, പീഡനങ്ങൾ ഇന്നും ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന, സ്ത്രീകൾ പല രീതിയിൽ മുൻപോട്ടേക്ക് വരാൻ നോക്കുമ്പോൾ പോലും പലതരത്തിലുള്ള അല്ലേ കാര്യങ്ങളിൽ എന്താ പറയുക വീണു പോകുന്ന സ്ത്രീകളെ നമ്മളിന്ന് പുതിയ കാലത്ത് നമ്മൾ കാണാറുണ്ട്. എങ്കിലും പഴയ കാലത്തെ അപേക്ഷിച്ച് കുറേയധികം മുൻപന്തിയിലേക്കാണ് സ്ത്രീകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥയ്ക്ക് പുതിയ കാലത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗമൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലേ, പ്രിയപ്പെട്ട പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തിരിച്ചറിയേണ്ട കുറേ മൂല്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ കഥയിലെ പോലെ അല്ലേ എന്താ പറയുക ഉള്ള പെൺകുട്ടികളായി ആവാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അല്ലേ. ഈ കഥയിലുള്ള കഥാപാത്രങ്ങളെ പോലെ അല്ലേ മറ്റൊരു ഹാഫിസും നമ്മളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവരുത് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും അല്ലേ എല്ലാ മനുഷ്യരും എന്താണ് വ്യക്തി സ്വാതന്ത്ര്യമുള്ള അല്ലേ
അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ, അതായത് നമ്മളുടെ അല്ലേ പരിധിക്കുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അല്ലേ, അതാണായതുകൊണ്ട് പെണ്ണായതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എല്ലാവരെയും മനുഷ്യരായി തുല്യരായി കാണുന്ന ഒരു ലോകത്തെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളൊക്കെ കാത്തിരിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ഒരു ലോകമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്, അല്ലേ, പുതിയ തലമുറയാണ് നിങ്ങൾ, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ മൂല്യങ്ങൾ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പാഠഭാഗം നമുക്ക് പകർന്നു തരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത് കഥാപാത്ര നിരൂപണമാണ്. അപ്പോൾ ഫിസ എന്ന് പറയുന്ന കഥാപാത്രം, അല്ലേ, ഒരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഫിസ എന്ന് പറയുന്നത്. പിന്നെ ഫിസയുടെ ഭർത്താവ് ഹാഫിസാണ് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം. ഹാഫിസിൻ്റെ ഉമ്മയാണ് അടുത്ത, അല്ലേ, പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത്, അല്ലേ. അപ്പം നമുക്ക് നോക്കാം ഫിസയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഫിസ അസാധാരണമായിട്ടുള്ള കലാപ്രതിഭയുള്ള ഒരു ചിത്രകാരിയാണ്, അല്ലേ. ചിത്രരചനയാണ് അവളുടെ ജീവശ്വാസം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ചിത്രരചനയാണ്. ചിത്രം വരയ്ക്കുമ്പോഴാണ് അവൾ ഏറ്റവും കൂടുതൽ സന്തോഷം, അല്ലേ. കലാരചനകളിൽ ഏർപ്പെടുന്ന സമയത്ത് എന്താണ് അത്രയധികം ആത്മാനുഭവം, അല്ലേ, എന്താ പറയുക, അനുഭൂതി, അല്ലേ, അനുഭവിക്കുന്ന ഒരു കഥാപാത്രം കൂടെയാണ് ഫിസ എന്ന് പറയുന്നത്. അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചിത്രം വരയ്ക്കുമ്പോഴാണ്, വായിക്കുമ്പോഴാണ്, എഴുതുമ്പോഴാണ്, അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ്. അധികം ഒന്നും സംസാരിക്കാത്തൊരു സ്വഭാവമായിരുന്നു, നിശബ്ദതയിലൂടെ പ്രതികരിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മളുടെ ഫിസ എന്ന് പറയുന്നത്. കുടുംബ സാമൂഹിക നിയന്ത്രണങ്ങൾക്കിടയിൽ ഒതുങ്ങുന്ന കലാകാരി കൂടെയാണ്, അല്ലേ. അവളുടെ ഇഷ്ടങ്ങളൊക്കെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യണോ മാറ്റി വെക്കപ്പെടേണ്ടി വരുന്ന, അല്ലേ, ഒരു കഥാപാത്രം കൂടെയാണ് ഫിസ എന്ന് പറയുന്നത്, അല്ലേ. ഇനി ഹാഫിസ് പ്രായോഗികമായിട്ടുള്ള ചിന്തകൾ മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഹാഫിസ് എന്ന് പറയുന്നത്. കലയുടെ മൂല്യം തിരിച്ചറിയാത്ത കഥാപാത്രമാണ്. ഭാര്യയുടെ കടിയിൽ ഭയങ്കരമായിട്ടുള്ള അപകർഷബോധമുള്ള, അല്ലേ, അതിനേക്കാൾ മികച്ചവളായി പോകുമോ എന്ന് പറയുന്നൊരു, അല്ലേ, ചിന്ത അയാളെ അടിമുടി എന്താണ് ഒലച്ചു കളയുന്നൊരു കഥാപാത്രമാണ്. നിയന്ത്രണ സ്വഭാവമുണ്ട്, തന്നെക്കാൾ ആരും വരുന്നില്ല, താനാണ് ഇവിടെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്ന ഒരു പുരുഷാധിപത്യ മനോഭാവം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ് ആര്, ഹാഫിസിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത്. അവസാനം അസ്വസ്ഥതയും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടാവാണ്. അവൾ വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവുന്നത് ഹാഫിസിനാണ്, അല്ലെ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പെരുവിരൽ മുതൽ, അല്ലെ, മൂർധാവ് വരെ എന്താണ് അയാൾക്ക് ഒരു തരത്തിലുള്ള പുകച്ചിൽ അനുഭവപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് കഥയിലൊരിടത്ത്. അതായത് ഭാര്യ വരയ്ക്കുന്ന സമയത്ത് അവളെ ആളുകൾ തിരിച്ചറിയുന്ന സമയത്തൊക്കെ അയാൾക്ക് വല്ലാത്ത, അല്ലെ, ഒരു പൊള്ളൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം അപകർഷബോധവും പുരുഷ ആധിപത്യമൊക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ് ഹാഫിസിൻ്റെ കഥാപാത്രം. അടുത്തത് ഉമ്മയാണ്, അല്ലേ. പരമ്പരാഗത ചിന്താഗതികൾ, അല്ലെ, യാഥാസ്ഥിതിക സ്വഭാവം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ് ഹാഫിസിൻ്റെ ഉമ്മയുടെ കഥാപാത്രം. അവരെ തെറ്റു പറയാൻ പറ്റുന്നില്ല, സൊസൈറ്റി അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അവരുടെ തലമുറ മുഴുവൻ അവരോട് അങ്ങനെയാണ് ജീവിക്കാൻ പറഞ്ഞത്, അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവരും അങ്ങനെയാണ് പെരുമാറുക, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരമ്പരാഗത ചിന്താഗതികൾ തുറന്നു വരുന്നൊരു കഥാപാത്രമാണ്. വീടുപണി മാത്രമാണ്, വീട്ടിലെ ജോലി, ചോറ് വെക്കുക, കറി വയ്ക്കുക, കുഞ്ഞിനെ നോക്കുക, ഭർത്താവിനെ നോക്കുക, ഇത് മാത്രമാണ് സ്ത്രീകളുടെ ജോലി എന്ന് ചിന്തിക്കുന്ന ഒരു കഥാപാത്രം കൂടെയാണ് നമ്മുടെ ഹാഫിസിൻ്റെ ഉമ്മ എന്ന് പറയുന്നത്. പിന്നെ ഫിസയുടെ കലാപ്രതിഭയെ അവഗണിക്കുന്ന ഒരു കഥാപാത്രമാണ്. അവളുടെ നിശബ്ദതയെ അഹങ്കാരമായി തെറ്റിദ്ധരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഉമ്മയുടെ കഥാപാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 7 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഉപ്പയും സുഹൃത്തും മറ്റ് കഥാപാത്രങ്ങളാണ്. അത് 3 മാർക്കിന് സവിശേഷതകൾ ചിലപ്പോൾ ചോദിച്ചേക്കാവുന്ന കഥാപാത്രങ്ങളാണ്. ഇതിൽ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഫിസ വരയ്ക്കുന്ന ചിത്രങ്ങളാണ്. അവൾ ഉപയോഗിക്കുന്ന നിറങ്ങൾ, എത്രത്തോളം അവളുടെ ആത്മസംഘർഷങ്ങളുമായിട്ട് ആ ചിത്രങ്ങൾ അടുത്തു നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ചിത്രങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിത്രങ്ങളുടെ പ്രത്യേകതകൾ ചിലപ്പോൾ ഒരു 5 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അല്ലേ, വഴിയേ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മലയാളം ഫസ്റ്റും ഇതേപോലെ എന്ത് ചെയ്യണോടാ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. നമ്മുടെ ആപ്പിലൊക്കെ ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ ഏകദേശം 3rd ചാപ്റ്ററൊക്കെ നമ്മൾ കഴിഞ്ഞു. സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. കാരണം പുതിയ ബാച്ച് തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ തുടക്കം മുതൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക്, അല്ലേ, ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി, അല്ലേ, ഇവിടെ സൈലത്തിലുള്ള ടീച്ചേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നിങ്ങളെ ചേർത്ത് പിടിച്ച് ഓരോ വിഷയങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വേഗം തന്നെ, അല്ലേ, ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഒന്നിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ, അല്ലേ, പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് കടക്കുന്ന എല്ലാ മക്കളെയും എന്ത് ചെയ്യാണ്, ഒരുപാട് സ്നേഹത്തോടെ, അല്ലേ, ആശംസിക്കുകയാണ് ടീച്ചർ. ഏറ്റവും അടിപൊളിയായിട്ട് ഒരു വർഷമാവട്ടെ എന്നുള്ളത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.